ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വെബ്സൈറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിന്റെ തുടർച്ചയായി ഒന്ന് രണ്ട് ഭാഗങ്ങളുടെ വീഡിയോകളായി ലഭിക്കുന്നതാണ്. ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ഡൊമിൻ പർച്ചേസ് ചെയ്യണം. ഡൊമിൻ എങ്ങനെയാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ്. അതിനുശേഷം നമുക്ക് ഒരു ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യണം. അത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. എങ്ങനെയാണ് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുന്നത്, അതിനുശേഷം വേർഡ്പ്രസ്സിൽ എങ്ങനെയാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോകളിൽ അടുത്ത ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്ങനെയാണ് ഒരു ഡൊമിൻ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് എന്താണ് ഡൊമിൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഏറ്റവും മുകളിലായിട്ട് www.facebook.com എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം ഞാൻ ഇവിടെ എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും www.youtube.com എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം ഞാൻ ഇവിടെ എൻ്റെ ബ്ലോഗ് ഓപ്പൺ ആക്കിയാണ്. ഇവിടെ ബ്ലോഗിൽ നിങ്ങൾ നോക്കുക, കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് malayalam.blogspot.in. ഇത് ഈ കാണുന്നത് ഫേസ്ബുക്കിന്റെ ഡൊമിൻ നെയിം ആണ്. facebook.com എന്ന് പറയുന്നത് ഫേസ്ബുക്കിന്റെ ഡൊമിൻ നെയിം ആണ്. അതേപോലെ യൂട്യൂബിന്റെ ഡൊമിൻ നെയിം ആണ് www.youtube.com എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ബ്ലോഗിന്റെ പേരിന്റെ കൂടെ തന്നെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് malayalam.blogspot.in എന്നാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു ഫ്രീ വെബ്സൈറ്റ് ആണ്. ഫ്രീ ആയിട്ട് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡൊമിൻ നെയിം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഇത് ഫ്രീ സർവീസ് ആയതുകൊണ്ട് ഇതിന്റെ കൂടെ ഇതൊരു സബ് ഡൊമിൻ ആണ്. blogspot.in എന്നുള്ളത് അവര് ചേർത്താണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് .com എന്ന് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഗൂഗിളിന്റെ ഈ സർവീസ് പർച്ചേസ് ചെയ്യേണ്ടി വരും. എന്നാൽ ഫ്രീ ആയതുകൊണ്ട് കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് malayalam.blogspot.in എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുക, യൂട്യൂബിന്റെ youtube.com എന്ന് വന്നിരിക്കുന്നത് ഇത് യൂട്യൂബിന്റെ ഡൊമിൻ ആണ്. ഇത് യൂട്യൂബിന് മാത്രം ഉപയോഗിക്കുന്ന ഡൊമിൻ ആണ്. ഇങ്ങനെ നമ്മളുടെ പേരിൽ, നമുക്ക് ഇഷ്ടമുള്ള പേരിൽ എങ്ങനെ ഒരു ഡൊമിൻ നമ്മളുടെ വെബ്സൈറ്റിന് വേണ്ടി നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പല രീതിയിലുള്ള ഡൊമിൻ നെയിമുകൾ ലഭിക്കും. ഒന്ന് രണ്ടെണ്ണം ഞാൻ ഇവിടെ പറഞ്ഞു തരാം. .com നിങ്ങൾക്ക് ലഭിക്കും. അത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന വേൾഡ് വൈഡ് നിങ്ങൾക്ക് .com ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. .gov ഗവൺമെന്റ് കാര്യങ്ങളുടെ വെബ്സൈറ്റുകളിൽ .gov ആണ് ഉപയോഗിക്കുന്നത്. അതേപോലെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും .net നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് ഉപയോഗിക്കുന്നതാണ്. .net എന്നുള്ളത് .org ഓർഗനൈസേഷൻസ് യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള കുറെ രീതിയിലുള്ള ഡൊമിൻസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇന്ന് വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ നിന്നും എങ്ങനെയാണ് ഡൊമിൻ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. GoDaddy എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റിൽ നിന്നും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നമുക്ക് എങ്ങനെ ഒരു ഡൊമിൻ പർച്ചേസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ GoDaddy എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കി. അതിൽ ഞാനൊരു പേയ്മെന്റ് മെത്തേഡ് ഏകദേശം കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, GoDaddyയുടെ ഒരു ഡൊമിൻ ഞാനിവിടെ പർച്ചേസ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് .com എന്ന് പറയുന്ന ഡൊമിൻ പർച്ചേസ് ചെയ്യാനായിട്ട് ഇവിടെ പേയ്മെന്റ് ലാസ്റ്റ് സ്റ്റെപ്പിലാണ് പേയ്മെന്റ് മെത്തേഡ്. ഏകദേശം 1 ഇയറിന് വേണ്ടിയാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. 599 രൂപയാണ് ഇതിന്റെ പേയ്മെന്റ് റേറ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഫൈനൽ ബില്ല് വന്നിരിക്കുന്നത് 611 രൂപയാണ്. ഞാൻ ഇതേ വെബ്സൈറ്റിൽ നിന്നും ഇതിലും വില കുറച്ച് നമുക്ക് എങ്ങനെയാണ് ഡൊമിൻ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ മറ്റൊരു വെബ്സൈറ്റിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, GoDaddyയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെയാണിത്. ഇതിൽ നിന്നുമാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഏതെങ്കിലും തട്ടിപ്പ് വെബ്സൈറ്റ് അല്ല, ഇത് ഒറിജിനൽ വെബ്സൈറ്റ് ആണ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇത് അവരുടെ ഓഫർ ആണ്. 99 രൂപീസിൽ നമുക്ക് ഡൊമിൻ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. .com പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കാണാൻ സാധിക്കും .com നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേണ്ട ഡൊമിൻ നെയിം ഇവിടെ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ എനിക്ക് വേണ്ട ഡൊമിൻ നെയിം ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഞാനിവിടെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഈ ഡൊമിൻ നെയിം അവൈലബിൾ ആണോ അല്ലയോ എന്ന് ഇവിടുന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. യെസ്, ഈ ഡൊമിൻ നെയിം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് .com. നിങ്ങൾ ഇത് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന സ്പെല്ലിങ്ങുകളൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇത് കറക്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന സെലക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. വെരിഫൈയിങ് അവൈലബിലിറ്റി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് അവൈലബിൾ ആണോ അല്ലയോ എന്ന് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. യെസ്, യുവർ ഡൊമിൻ നെയിം ഈസ് അവൈലബിൾ. നോക്കുക, ഈ ഡൊമിൻ നെയിം അവൈലബിൾ ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ടു കാർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ കണ്ടിന്യൂ ടു കാർട്ട് എന്നുള്ള
ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ഡൊമെയിൻ പർച്ചേസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളിലൂടെ ഇവർ പർച്ചേസ് ചെയ്യാനാണ് പറയുന്നത്. ഞാനിവിടെ എല്ലാ കാര്യങ്ങളും നോ താങ്ക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. ഹോസ്റ്റിങ്ങും മറ്റും പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇതിനോടൊപ്പം നിങ്ങൾക്കൊരു ഇമെയിൽ അഡ്രസ്സ് ഈ ഡൊമെയിൻ്റെ നെയിമിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ 99 rupees കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സും ലഭിക്കുന്നതാണ്. അതിനുശേഷം മേക്ക് പ്രൈവറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നിങ്ങളുടെ ഡൊമെയിൻ നെയിം വാങ്ങുമ്പോൾ കൊടുക്കുന്ന ഇൻഫർമേഷനുകൾ പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യണം. 289 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇതെല്ലാം നോ താങ്ക്സ് കൊടുക്കുകയാണ്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും, പ്രൈവറ്റ് ആയിട്ട് നിങ്ങളുടെ വിവരങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട്. എന്നാൽ ഞാൻ ഇതിനു വേണ്ടി ഇവിടെ പണം ചെലവാക്കുന്നില്ല. ഞാനിവിടെ ഒന്നും കണ്ടിന്യൂ ടു കാർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രൊമോഷൻ ഹാസ് ബീൻ അപ്ലൈഡ് ടു യുവർ കാർട്ട്. ഇവരുടെ ഓഫർ ഇതിൽ അപ്ലൈ ആയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ഇവിടെ 1 ഇയറിന് വേണ്ടിയുള്ളതാണ് ഞാനിവിടെ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. 1 വർഷത്തേക്കുള്ള ഡൊമെയിനാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 1 ഇയർ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ്, ഡൊമെയിൻ രജിസ്ട്രേഷൻ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോക്കുക, സെയിം ഡൊമെയിൻ തന്നെ വെറും 111 രൂപയ്ക്കാണ് ഞാനിവിടെ 1 വർഷത്തേക്ക് വാങ്ങുന്നത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാം നോക്കുക, ഇതിന്റെ പേര് നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ സാധിക്കും, കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ്. ഇവിടെ എത്ര രൂപ സേവ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 860 രൂപ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ടോട്ടൽ ഇവിടെ ഡൊമെയിൻ്റെ വില 99 രൂപയാണ്. അതേപോലെ ടാക്സ് ഇവർ 12 രൂപയുടെ കൂട്ടിയാണ് 111 രൂപ നമ്മുടെ നിന്ന് വാങ്ങുന്നത്. ഈ സെയിം ഡൊമെയിൻ തന്നെ ഞാൻ മറ്റൊരു രീതിയിൽ പർച്ചേസ് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് 500 രൂപ കൂടിയാണ് വന്നത്. എന്നാൽ ഈ രീതിയിൽ ഞാൻ പർച്ചേസ് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് വെറും 111 രൂപയ്ക്കാണ് ഈ ഡൊമെയിൻ ലഭിക്കുന്നത്. ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. നിങ്ങൾക്ക് അവിടെ നിന്നും വെബ്സൈറ്റിൽ എത്താൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രൊമോഷണൽ കോഡ് ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്, ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ആയി. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പൈസ കുറച്ച് കിട്ടിയത്. എന്നാൽ ഈ വെബ്സൈറ്റിലൂടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇത് പർച്ചേസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ കൂപ്പൺ കോഡ് ലഭിക്കത്തില്ല. ഞാൻ ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡൊമെയിൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ കാണിച്ചു തന്ന രീതിയിൽ ഈ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പോകുന്നത് പ്രൊസീഡ് ടു ചെക്ക്ഔട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കുക, പ്രൊസീഡ് ടു ചെക്ക്ഔട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാനായിട്ടാണ് പറയുന്നത്. റിട്ടേണിംഗ് കസ്റ്റമർ എന്നുള്ള ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇത് പർച്ചേസ് ചെയ്യാൻ നോക്കരുത്. ന്യൂ കസ്റ്റമർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യുക. കാരണം ന്യൂ കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രമാണ് ഈ ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിവിടെ ന്യൂ കസ്റ്റമർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഒരു പുതിയ പേജ് ഓപ്പൺ ആയി. ഇവിടെ നിങ്ങൾക്ക് ബില്ലിംഗ് പേയ്മെന്റ് എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ ലഭിക്കുന്നത്. ബില്ലിംഗ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ മൊത്തം ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ബില്ലിംഗ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ എൻ്റെ ബില്ലിംഗ് ഇൻഫർമേഷൻ പേരും കാര്യങ്ങളും എല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ പേയ്മെന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്യണം. ഞാനിവിടെ ഇത് ടൈപ്പ് ചെയ്യുകയാണ്. ഇത് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഇവരെ ചില എഗ്രിമെന്റ്സ് ഉണ്ട്, അത് എഗ്രി ചെയ്യുക. അതിനായിട്ട് ഞാൻ ഈ ബോക്സ് ചെക്ക് ചെയ്തു. അതിനുശേഷം പ്ലേസ് യുവർ ഓർഡർ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഞാനിവിടെ നിന്നും പേയ്മെന്റ് മെത്തേഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് പേയ്മെന്റ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് കാണാൻ സാധിക്കും രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു 1 ടൈം പാസ്വേഡ് വരും. അതിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേയ്മെന്റ് കംപ്ലീറ്റ് ആവും. ഞാനിവിടെ നിന്ന് അത് ചെയ്യുകയാണ്. സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ കാണാൻ സാധിക്കും പേയ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കാണാം താങ്ക് യു ഷിജോ, ഈ പേയ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ഡൊമെയിൻ ഇപ്പോൾ എൻ്റെ പേരിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ ഒരു ഡൊമെയിൻ ഇപ്പോൾ പർച്ചേസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ആദ്യ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുന്നതെന്ന് പഠിക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നമ്മളുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും നിങ്ങൾക്ക് ചെയ്യാനുള്ളത് മാനേജ് ഡൊമെയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ മാനേജ് ഡൊമെയിൻ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ നിന്നും മാനേജ് ഡൊമെയിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. കാണാൻ സാധിക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ്.com ഈസ് ആൾമോസ്റ്റ് റെഡി ഫോർ യു. ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഡൊമെയിൻ ഇപ്പോൾ എൻ്റെ പേരിൽ റെഡി ആയിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്സ് മുന്നോട്ടുള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. ഉടൻ തന്നെ ഇതിൻ്റെ അടുത്ത വീഡിയോ ഞാൻ, അതായത് ഹോസ്റ്റിംഗ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അതിനുശേഷം നമുക്ക് എങ്ങനെ ഒരു വെബ്സൈറ്റ് വളരെ മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന്
അതിൻ്റെ ശേഷമുള്ള വീഡിയോകളിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യണം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെല്ലാം റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. പെയ്ഡ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോകൾ, ഈ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം അതിനുവേണ്ടി ഒരുങ്ങുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് ഇടാൻ സാധിക്കും. ഞാൻ അതിനും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.